ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആന ഇറങ്ങുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നാട്ടുകാർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. എത്രയോ ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാതിരാത്രി സമയമായതുകൊണ്ട് നമുക്കൊരു വലിയ അത്യാഹിത ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാം. എത്രയോ വീടിൻ്റെ മുറ്റങ്ങളിൽ കൂടി ആന സഞ്ചരിച്ചു എന്നുള്ളതാണ്. പല വീടുകളുടെയൊക്കെ CCTV ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയാനകമാണ്. അവരറിഞ്ഞിട്ടില്ല. പിന്നെ കാളിയാർ പുഴയും എത്തി കല്ലൂരിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടാണ് അവിടെ നിന്നും ആളുകൾ ഓടിച്ച് ഇപ്പോൾ വനത്തിലേക്ക് ഉൾക്കാട്ടിലേക്ക് കയറ്റി വിട്ടിരുന്നത്. അപ്പോൾ ഏറ്റവും ഭയാനകമായ ഒരു അന്തരീക്ഷത്തെ ഈ ജനത ഇന്ന് അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആനയുടെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട്. അത് കണക്കിലെടുക്കേണ്ടതാണ്. ഇനിമേൽ ഈ പ്രദേശങ്ങളിൽ ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് വേണ്ടത്. മുള്ളരിങ്ങാട് മേഖലയിൽ 10-11 ആനകളും ഒരാനക്കുട്ടിയും സ്ഥിരമായി അവിടെ നിലനിൽക്കുന്നു. അതിനെ പെരിയാറ് കടത്തി വിടാൻ വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാനാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നാളുകളായി തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് അത് ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇന്നത്തെ ദിവസം ഒരു ഹർത്താൽ പ്രതീതി ആയതുകൊണ്ട് കുറേയധികം അത്യാഹിതം ഒഴിവായി. സ്കൂൾ കുട്ടികൾക്ക് പോകേണ്ടി വന്നില്ല. രാവിലെ സമയത്തൊക്കെ വെളുപ്പാങ്കാലത്തൊക്കെ ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പോകുന്ന ആളുകളെല്ലാം വീടിനുള്ളിൽ തന്നെ ചെലവഴിച്ചു എന്നുള്ളത് ആശ്വാസകരമാണ്. എന്നിരുന്നാലും മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ദൂരപ്രദേശങ്ങളിലൊക്കെ കാഴ്ചക്കാരായി ഒരുപാട് ആളുകൾ വന്ന് ഒരല്പം ഭയപ്പാടുണ്ടാക്കി. പക്ഷേ എന്നാലും അതെല്ലാം കൺട്രോൾ ചെയ്യാൻ നാട്ടുകാരുടെ സഹകരണത്തോടെ കൺട്രോൾ ചെയ്യാനും കാര്യങ്ങൾ ക്രമപ്പെടുത്താനും എല്ലാവരുടെയും സഹകരണത്തോടെ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഭീതി ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ എല്ലാവർക്കും ആ കാര്യത്തിൽ ഒരു ആശ്വാസമാണ് ഉള്ളത് എന്ന് പറയേണ്ടത്. ജനങ്ങളോട് എന്താ പറയാനുള്ളത്? ഇനി നാളെ ഭാവിയിൽ എപ്പോഴാണ് സംഭവിക്കണമെന്നും പറയാൻ പറ്റില്ല. ജനങ്ങളോട് ഇതിനെ സംബന്ധിച്ച് നമുക്കെന്താ, അതായത് നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടതായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ചെയ്യണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇക്കാര്യത്തിൽ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കണം. അതായത് ഇപ്പോൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി സജ്ജീകരണങ്ങൾ ആവശ്യമായിട്ടുണ്ട്. സർക്കാർ തലത്തിൽ അതിൻ്റെ ഉള്ള ഇടപെടൽ വേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും.